deny the beauty before my eyes. I can't help but fall in line, 'cause there's truth in her lies. Once I തുമി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കാലമായി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി. ഡിസംബർ 2 UAE നാഷണൽ ഡേ ആണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കോർണിഷ് ബീച്ചിലാണ്. കോർണിഷ് ബീച്ച് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമ്മൾ അബുദാബി ഇലക്ട്രയിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലമാണ് കോർണിഷ് ബീച്ച്. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സൈക്കിൾ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരു ഫിലിപ്പീൻസിൻ്റെ ഒരു സൈക്കിളാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സൈക്കിൾമേലാണ് നമ്മൾ ഇന്ന് കോർണിഷ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ബീച്ച് ആ സ്ഥലം കണ്ടോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കോർണിഷ് പാർക്കാണത്, കോർണിഷ് പാർക്ക്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കോർണിഷ് ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ കോർണിഷ് ബീച്ചിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സിഗ്നൽ ഓണാണ്. ഫസ്റ്റ് സിഗ്നൽ ഓൺ ആയിട്ടുള്ളൂ, 1 വേ ഓൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ 2ഉം ഓൺ ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ നിന്നൊക്കെ സൈക്കിള് നമ്മൾ സൈക്കിൾ ഇങ്ങനെ എടുത്ത് വെക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ ഈ നടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നടന്നു പോകുന്ന ആളുകളെല്ലാവരും പോകുന്നത് കോർണിഷ് ബീച്ചിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. കാരണം 4 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ് കോർണിഷ് ബീച്ച്. ഇവിടുത്തെ തോട്ടിൻ്റെ വരമ്പിലൂടെ സൈക്കിൾ ഓടിച്ച ഒരു പരിചയത്തിലാണ് ഒറ്റ കൈ കൊണ്ടൊക്കെ സൈക്കിൾ വിടുന്നത്. ഇതിവിടുത്തെ നമ്മളിപ്പോൾ ഈ കാണുന്നതല്ലോ, ഇതിവിടുത്തെ വേറൊരു പാർക്കാണ്. നമ്മളെ ഈ കോർണിഷ് ബീച്ച് എന്ന് പറയുന്നത് ആ മരുഭൂമിയുള്ള സ്ഥലത്തിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാർക്ക് ഇതുപോലെ തന്നെ വേറെ നല്ലൊരു പാർക്കാണ്. നല്ല സീനിക്കാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫോട്ടോജനറ്റിക്കുമാണ്. അപ്പോൾ ഇനി കോർണിഷ് ബീച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ ഈ അണ്ടർപാസ് ക്രോസ് ചെയ്തിട്ട് വേണം കോർണിഷ് ബീച്ചിലേക്ക് പോകാനായിട്ട്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇന്നിവിടെ. അണ്ടർപാസ് എന്നൊക്കെ പറയുമ്പോൾ സൈക്കിളിൽ പോകാനായിട്ട് വേറെ വഴിയുണ്ട്, അതുപോലെ തന്നെ നടന്നു പോകുന്നവർക്കായിട്ട് വേറെ വഴിയുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പോകുന്നത് ഫിലിപ്പീൻസാണ് പോകുന്നത്. ഒരു ഇലക്ട്രിക് ബൈക്കാണ്. ഇലക്ട്രിക് ബൈക്ക്, ഒരു മിനി ഇലക്ട്രിക് ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. നല്ല സുഖമാണ് കേട്ടോ അത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ ഓരോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം കോർണിഷ് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല മൊത്തത്തിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. വൈകുന്നേരം ആയിട്ടായിരിക്കും ഇത്രത്തോളം ആളുകൾ. അപ്പോൾ എന്താ പറയുക, കോർണിഷ് പാർക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയാൽ കോർണിഷ് ബീച്ചാണ്. കോർണിഷ് ബീച്ചിൽ നമുക്ക് കുളിക്കാം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിളൊന്നും ഇല്ലാതെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നടന്നു കുഴങ്ങും. അത്രമാത്രം നടന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് കോർണിഷ് ബീച്ച്. ഇവിടെയാണ് ഇത് ബീച്ചല്ല, ഇത് എന്താ ഒരു കായലാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
ഈ റൂട്ടിലൂടെ നേരെ പോകുമ്പോഴാണ് കോർണിഷ് ബീച്ച് വരുന്നത്. ഇവിടുത്തെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, നല്ല വൃത്തിക്കും മെയിനായിട്ട് കളർഫുള്ളാക്കിയിട്ടാണ് ഇവിടുത്തെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ മൊത്തത്തിൽ സീനിക്കാക്കിയിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈത്തപ്പന മരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം സൈക്കിളിൻ്റെ ട്രാക്കിലൂടെ കുറച്ച് നേരം സൈക്കിൾ ഓടിക്കാമെന്ന് വിചാരിച്ചു. ഗംഭീര പരിപാടി, ഫ്ലൈറ്റിലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗ് വെച്ചിട്ടുള്ള പാരാഷൂട്ടുമേൽ താഴ്ന്ന് ഇറങ്ങുക, ഒരുപാട് വെറൈറ്റി പരിപാടികളുണ്ട്. പക്ഷെ ഒത്തിരി ദൂരത്താണ്, അത് നമുക്ക് ശരിക്കും കാണാൻ കഴിയില്ല. ഒത്തിരി ദൂരത്തായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടത്തില്ല. ആടാണ്ടോ ജെറ്റ് സ്കൈ ചെയ്യുന്ന ചെക്കന്മാർ. Once again, I've lost my way, chasing cars and wasting days. Am I here to pass your time? 'Cause all I see are blurred lines. Am I just chasing dreams? പാകിസ്ഥാനി ഡാൻസ് ആണ്. Those blurred lines. Is this real or am I chasing dreams? Is this real or am I must be blind to think that I could steal her heart and change her mind. Fantasy, I realize that there's truth in her lies. Once again, I've lost my way, chasing cars and wasting days. Am I here to pass your time? 'Cause all I see are blurred lines. Am I just chasing dreams? Is this not what it seems? Have I read between the lines? Those blurred lines, those blurred lines. Is this real or am I chasing dreams? Is this real or am I chasing dreams? അപ്പോൾ പാകിസ്ഥാനി ടീംസ് ഡാൻസ് കളിക്കുന്നതാണ് നമ്മൾ പുറകിലായിട്ട് കണ്ടത്. പിറന്താ സൈക്കിൾ ലോക്കാക്കിയിട്ടില്ല. സംഭവം ദുബായ് ആണെന്നുണ്ടെങ്കിലും സൈക്കിൾ കൊണ്ടുപോകാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു അവിടെ പാകിസ്ഥാനി ടീംസ് ഡാൻസ് കളിക്കണമാണ്. ഇവിടെ കണ്ടോ നല്ല പൂക്കളൊക്കെ വിരിയിപ്പിച്ച് വെച്ചിട്ടുള്ള കോർണിഷ് ബീച്ചാണ്. എന്താ ഫുള്ള് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. Tonight, the beauty before my eyes, I can't help but fall in line. 'Cause there's truth in her life. പോലീസിൻ്റെ വണ്ടിയാണിട്ടത്, പെട്രോളിൻ്റെ നിസാന്. ഈത്തപ്പന മരത്തിൻ്റെ താഴത്തായിട്ട് പൂക്കളൊക്കെ വിരിയിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കോർണിഷ് ബീച്ച്. നമ്മളിപ്പോൾ പോകുന്നത് മറീന മാളിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, മറീന മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പുറകിലുള്ള ഏക്കത്തിരിക്ക് ആക്കാനാണ് ദുരിതടിയുന്നോ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവിടെ സൈക്കിളുമായിട്ട് റൺ ചെയ്യാൻ. Tonight, the beauty before my eyes, I can't help but fall in line. അപ്പോൾ നമ്മൾ മറീന മാളിലേക്ക് മറീന ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. മറീന ബീച്ച് നമ്മൾ അവിടുത്തെ കോർണിഷ് ബീച്ചിനെ പോലെ തന്നെ ഒരു ബീച്ച്, നല്ല നല്ല കിടുക്കൻ നല്ല പോലീസ് ചെക്കിങ് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മറീന ബീച്ച് ഇതുപോലെ തന്നെ ഒരുപാട് ആളുകളാണ്. മറീന മാള് മറീന ബീച്ച്. അപ്പോൾ കിടുക്കൻ ബിൽഡിങ്ങാണ് നമ്മളെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത്. നമ്മളാ പോകുന്ന സ്ഥലത്തുള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ എല്ലാവർക്കും ഒഴിവായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അത് കണ്ടു
നല്ല കിടുക്കൻ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ. ഇവിടെ ഒരു പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് ജെറ്റ് സ്കൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചിരുന്നു. ജെറ്റ് സ്കൈയൊക്കെ നല്ല റേറ്റാണ്. ജെറ്റ് സ്കൈ നല്ല ഹാഫ് അവൻ അവറിന് 300 ദിറംസൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ജെറ്റ് സ്കൈ ചെയ്തില്ല. അപ്പോൾ കാണോ നല്ല ആ ഭാഗത്തൊക്കെ കാണുന്ന ബിൽഡിങ് കണ്ടോ, എന്തൊരു ഭംഗിയുണ്ടോ ഫുള്ള്. ഓ ബോസ്, അപ്പോൾ നമുക്ക് വീണ്ടും സൈക്കിളിൻ്റെ ട്രാക്കിലേക്ക് വണ്ടി മാറ്റാൻ ആയിരിക്കുകയാണ് ഗൈസ്. അവിടെ ആ ഭാഗത്തൊക്കെ മുഴുവൻ കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉള്ളത്. അബുദാബിയിലൂടെ ഒരു സൈക്കിൾ യാത്ര. നമ്മൾ ഈ വീഡിയോ സമയം രാത്രിയായി. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചാണ്ട് അവസാനിപ്പിക്കുകയാണ്. അബുദാബിയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Once again, I've lost my way, chasing cars and wasting days.